നമസ്കാരം, എല്ലാവർക്കും സച്ചൂസ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് യാത്രയാണ്. ഞാനും അച്ഛനും കൂടെ ശിവ ടെമ്പിളിൽ പോകുന്നു, മസ്കറ്റിലെ ശിവ ടെമ്പിളിലേക്ക്. ഇത് റൂവി ദാർസൈറ്റ് റോഡാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഫസ്റ്റ് സിഗ്നലാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ കൃഷ്ണ ടെമ്പിളും ചർച്ചും ഒക്കെയാണ്. നമുക്ക് ഭഗവാന് അഭിഷേകത്തിന് പാല് മേടിച്ചു. 2 പാല്, ഫ്രൂട്ട്സ്, ഓറഞ്ചും ആപ്പിളും, പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇവിടെ കവറിൽ കിട്ടും. അപ്പം അതൊരു പാക്കറ്റ് മേടിച്ചു. ദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഒരു പാക്കറ്റ് മേടിച്ചു. അത്രയും കൊടുക്കില്ല, കുറച്ച്. കോർണിഷിലെത്തി. കോർണിഷ് റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോവേണ്ടത്. നല്ല ഭംഗിയാണ് രാവിലത്തെ ഈ പ്രഭാതത്തിൽ കാണാൻ. വളവും തിരിവും ഉള്ള റോഡാണ്. ഒരു സൈഡ് കടലും ഒരു സൈഡ് മലയും. ഇവിടെ റിയാം പാർക്കാണ്. റോഡ് സൈഡെല്ലാം നല്ല ഫ്ലവേഴ്സൊക്കെ. പറവ, ഇത് പ്രാവ് മാത്രമല്ല, ഇത് സീകളെന്ന് പറഞ്ഞൊരു ബേർഡാണത്. അത് നിറയെ രാവിലെ ആ കടലിൽ ആണ്. നിറയെ ചേന്തിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഇതാണ് മസ്കറ്റിൻ്റെ കവാടം. മസ്കറ്റിലേക്ക് കയറുന്ന ഭാഗം ഇതാണ് മസ്കറ്റ് ഫോർട്ട്. ഇവിടെയാണ് പണ്ടത്തെ സുൽത്താൻ്റെ കൊട്ടാരമൊക്കെ ഇവിടെയുണ്ട്. ഇതിനടുത്തായിട്ടാണ് ശിവ ടെമ്പിൾ ഉള്ളത്. ശിവ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇത് കാണുന്നതാണ് ശിവ ടെമ്പിൾ. ശനിയാഴ്ചയും അവധിയായതുകൊണ്ട് ഒത്തിരി പേരുണ്ടാവും. പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ മഹാദേവനും പാർവതിയും മഹാഗണപതിയും മുരുകനും ഒക്കെയുള്ള പ്രതിഷ്ഠയുണ്ട്. കൂടാതെ ഹനുമാൻ സ്വാമിയും രാമസീതാ മന്ദിറും ഉണ്ട്. മലയാളികൾ ധാരാളം വരുന്നത് കൊണ്ട് കറിവേപ്പിലയും മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയും ഒക്കെ ധാരാളം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. കൂടാതെ ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള വെള്ളം, എണ്ണ, പാല് ഇവയൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. അകത്ത് ക്യാമറ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അകത്തുള്ള ദൃശ്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കുകയില്ല. തൊഴുതിറങ്ങി നമ്മൾ തിരികെ പോരും.